ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലക്ഷ്യ കൊമേഴ്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം ആൻഡ് BBA തേർഡ് സെമസ്റ്ററിലത്തെ ബിസിനസ് റെഗുലേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മുൻപിൽ കുറേ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വോയിഡ് അഗ്രിമെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് വോയിഡ് അഗ്രിമെൻ്റ് എന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 Clause G ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, a void agreement is an agreement which is not enforceable by law. A void agreement does not create any legal rights and obligation. അപ്പോൾ എന്താണ് വോയിഡ് അഗ്രിമെൻറ്റ്? നമ്മളെപ്പോഴും പറയുന്നുണ്ടല്ലേ, ഇത് ചെയ്യുകയാണെങ്കിൽ ഈ കോൺട്രാക്റ്റ് വോയിഡ് ആവും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റ് വോയിഡാണ് അല്ലെങ്കിൽ വോയിഡബിൾ ആണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ വോയിഡ് അഗ്രിമെൻ്റ് എന്നപ്പോൾ നമുക്കറിയാം, സെക്ഷൻ 2 Clause G പ്രകാരം ഒരു അഗ്രിമെൻ്റ് വിച്ച് ഇസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അവോയ്ഡ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. വോയിഡ് അഗ്രിമെൻറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലീഗൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ. അപ്പോൾ ഒരു വോയിഡ് അഗ്രിമെൻറ്റിൽ ഒരിക്കലും എന്താണ് ഒരു ലീഗൽ റൈറ്റോ അല്ലെങ്കിൽ ഒബ്ലിഗേഷനോ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ, അതായത് വോയിഡ് ഫ്രം ദ വെരി ബിഗിനിങ്. ഈ കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതെന്തായിരിക്കും, ഈ അഗ്രിമെൻ്റ് എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും, വിത്തൗട്ട് എനി ലീഗൽ എഫക്റ്റ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വോയിഡ് അഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും നമുക്ക് ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് അല്ല ഈ വോയിഡ് അഗ്രിമെൻറ്റ്. ഇത് ഫ്രം ദ വെരി ബിഗിനിങ് തന്നെ ഇതെന്താണ് വോയിഡ് തന്നെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദ ഫോളോയിങ് അഗ്രിമെൻറ്റ്സ് ഹാവ് ബീൻ എക്സ്പ്രസ്ലി ഡിക്ലയർഡ് ആസ് വോയിഡ് ബൈ ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള കുറച്ച് വോയിഡ് അഗ്രിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മുൻപിലത്തെ ക്ലാസ്സിൽ കുറച്ചെണ്ണം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 11 എണ്ണമാണ് നമ്മുടെ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അഗ്രിമെൻറ്റ്സ് ബൈ ഇൻകോമ്പിറ്റൻറ്റ് പേഴ്സൺ, agreement made under a mutual mistake, agreements the object or consideration of which is unlawful, agreements the object or consideration is partially unlawful, agreements made without consideration, agreements in restraint of marriage, agreements in restraint of trade, agreements in restraint of legal proceeding, agreements the meaning of which is uncertain, agreements by the wage of wager, agreements to do impossible act. അപ്പോൾ ഇതിൽ 5 എണ്ണം എഗ്രിമെൻറ്റ്സ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ വരെയുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുൻപിലത്തെ കുറേ ചാപ്റ്റേഴ്സിൽ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആറാമത്തെ തൊട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ഇസ് എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്, സെക്ഷൻ 26. അപ്പോൾ ഇതിലെന്താണ് ഈ ഒരു അഗ്രിമെൻ്റ് എന്ന് നമുക്ക് നോക്കാം. എവറി അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് ഓഫ് എനി പേഴ്സൺ അതർ ദാൻ എ മൈനർ ഇസ് വോയിഡ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അഗ്രിമെൻറ്റ് ഈ മാരേജിനെ റിലേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? വോയിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ പ്രോമിസ് ടു മാരി ബി ഓൺലി. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിയെ മാരി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ബിയുടെ കയ്യിൽ നിന്ന് 2000 റുപ്പീസ് വാങ്ങുകയാണ്. എന്നിട്ട് എ പോയിട്ട് സിയെ മാരി ചെയ്തു. അപ്പോൾ ബി എന്ത് ചെയ്തു? ബി എമൗണ്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിക്ക് ഈ റിക്കവറി, ഈ 2000 രൂപ തിരിച്ചു കിട്ടാനായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്യാനായിട്ട്, സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ അഗ്രിമെൻറ്റും എന്താണ്? വോയിഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ബി കുഡ് നോട്ട് റിക്കവർ എനിത്തിങ് ബിക്കോസ് എഗ്രിമെൻറ്റ് വാസ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിക്ക് എന്താണ്, സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ, agreement in restraint of marriage. And next one is agreement in restraint of trade. Every agreement by which anyone is restrained from exercising a lawful profession, trade or business of any kind is to the extent void. അതായത് എന്തെങ്കിലും ഒരു ലോഫുൾ ആയിട്ടുള്ള പ്രൊഫഷനോ ബിസിനസ്സോ അല്ലെങ്കിൽ ട്രേഡോ ചെയ്യുന്നതിനെ ആരെങ്കിലും തടസ്സപ്പെടുത്തുന്ന എഗ്രിമെൻറ്റ്സ് ഒക്കെ എന്താണ്? വോയിഡാണ്. അപ്പോൾ നമുക്കൊരിക്കലും ഒരാളുടെ ലോഫുൾ ആയിട്ടുള്ള പ്രൊഫഷനോ ബിസിനസ്സോ ട്രേഡോ തടയാനായിട്ടുള്ള ഒരു അധികാരമില്ല. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ എഗ്രിമെൻറ്റും എന്താണ്? വോയിഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് എക്സംഷൻസ് വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നിയമപ്രകാരമുള്ള കുറച്ച് എക്സംഷൻസ് പ്രകാരം എന്താണ്, നമുക്ക് ചില രീതിയിലുള്ള
റെസ്ട്രെയിൻസ് ഉണ്ടാക്കാം. അതെന്താന്ന് പറയുന്നത്, അത് കുഴപ്പമില്ല, അത് വോയിഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ സ്റ്റാറ്റ്യൂട്ടറി എക്സംഷൻസ് വരുന്നുണ്ട്, ദെൻ റെസ്ട്രിക്ഷൻസ് അണ്ടർ പാർട്ണർഷിപ്പ് ആക്ട് വരുന്നുണ്ട്, ഒപ്പം തന്നെ അണ്ടർ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇനി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, ഹെഡിങ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് എഗ്രിമെൻറ്റ്സ് ഇൻ റെസ്ട്രെയിൻഡ് ഓഫ് ലീഗൽ പ്രൊസീഡിംഗ്. An agreement by which any party is restricted absolutely from enforcing his legal rights under or in respect of any contract is void that to the extent. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്, അത് മറ്റൊരാളുടെ ലീഗൽ റൈറ്റ്സിനെ അബ്സല്യൂട്ട്ലി തടയാണ്, റെസ്ട്രിക്റ്റ് ചെയ്യാണ് എങ്കിൽ ആ എഗ്രിമെൻ്റ് എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 4 ടൈപ്പ് ഓഫ് എഗ്രിമെൻറ്റ്സ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ലീഗൽ പ്രൊസീഡിങ്ങിനെ റെസ്ട്രെയിൻ ചെയ്യുന്നത്. അതിലൊന്നാമത്തെ അബ്സല്യൂട്ട് റെസ്ട്രിക്ഷൻസ് ഫ്രം എൻഫോഴ്സിങ് ലീഗൽ റൈറ്റ്സ്. നമ്മുടെ ലീഗൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ റെസ്ട്രെയിൻ ചെയ്യുന്നത് വോയിഡാണ്. ദെൻ എഗ്രിമെൻറ്റ്സ് കർട്ടെയിലിംഗ് ദ ലിമിറ്റേഷൻ പീരിയഡ്. നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, നമ്മുടെ ആ ഒരു ലിമിറ്റേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ പീരീഡ് ഷോർട്ട് ആക്കുന്നത്, കർട്ടെയിൽ ചെയ്യുന്നത് ഇതിന് എഗെയിൻസ്റ്റ് ആണ്. ദെൻ ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എക്സ്റ്റിൻഗ്വിഷ് ദ റൈറ്റ്സ് ഓഫ് എ പാർട്ടി. വേറൊരാളുടെ റൈറ്റിനെ നമ്മൾ ഇല്ലാതാക്കുന്ന, എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റും വോയിഡാണ്. ദെൻ എൻ എഗ്രിമെൻറ്റ് വിച്ച് ഡിസ്ചാർജസ് എ പാർട്ടി ഫ്രം എ ലയബിലിറ്റി. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഒരു പാർട്ടീനെ ഡിസ്ചാർജ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ലയബിലിറ്റീനെ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു അഗ്രിമെൻറ്റും വോയിഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 ഇതിൽ മെയിനായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻറ്റ് ദ മീനിങ് ഓഫ് വിച്ച് ഇസ് അൺസർട്ടൈൻ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതിലത്തെ ടേംസും കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും. ആൻ എഗ്രിമെൻറ്റ് വിത്ത് അൺസർട്ടൈൻ, ആംബിഗ്വസ് ഓർ വാഗ്യൂ ടേംസ് ഈസ് വോയിഡ് ബിക്കോസ് ഇൻ സച്ച് കേസസ് കോർട്ട് മേ നോട്ട് ഗീവ് എ പ്രാക്ടിക്കൽ മീനിങ് ടു ദ കോൺട്രാക്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫൈ ചെയ്യാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കോൺട്രാക്ട് എപ്പോഴും വോയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം അവിടെ കോർട്ടിന് പ്രത്യേകം പ്രാക്ടിക്കലായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം അതിലത്തെ ടേംസും കണ്ടീഷൻസൊക്കെ സെർട്ടൈൻ അല്ല. ഇപ്പോൾ എ ബിയുടെ അടുത്ത് പറയാണ്, അല്ലെങ്കിൽ എ എഗ്രി ചെയ്യാണ് ബിയുടെ അടുത്ത് 100 tons ഓഫ് ഓയിൽ സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എഗ്രി ചെയ്യാണ്. പക്ഷേ ആ ഒരു കോൺട്രാക്റ്റിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല ഏത് ടൈപ്പ് ഓഫ് ഓയിലാണെന്നോ അങ്ങനെ ഒന്നും, ഏത് ക്വാളിറ്റി ഏത് ഗ്രേഡ് ആണെന്നോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വോയിഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ ഇസ് എഗ്രിമെൻറ്റ്സ് ബൈ ദ വേ ഓഫ് വേജർ. A term wagering agreement or wager is defined as an agreement which one person agrees to pay a certain amount of money to the another person on the happening or non-happening of a specified uncertain event. അപ്പോൾ നമുക്കറിയാത്ത ഒരു ഇവൻറ്റ് സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റിനാണ് വേജറിങ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ഏതെങ്കിലും ഒരു മാച്ചൊക്കെ ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ടീം വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബെറ്റ് വയ്ക്കൂല്ലേ, നീ എനിക്ക് പൈസ തരണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പൈസ തരാം. അതുതന്നെയാണ് ഈ വേജറിങ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. പന്തയം വയ്ക്കുക, അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് വോയിഡ് ആണെന്നാണ് പറയുന്നത്, വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വേജറിങ് അഗ്രിമെൻറ്റിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രോമിസ് ടു പേ മണി ഓർ മണി ഈസ് വർത്ത്. അപ്പോൾ അവിടെ നമ്മൾ പ്രോമിസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു എമൗണ്ട് അല്ലെങ്കിൽ അതിന് വർത്തായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യം തരാമെന്നാവും പ്രോമിസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഇവൻറ്റ്, ദ പ്രോമിസ് മസ്റ്റ് ബി കണ്ടീഷണൽ ഓൺ ദ ഹാപ്പനിങ് ഓർ നോട്ട് ഹാപ്പനിങ് ഓഫ് എൻ ഇവൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ആ ഇവൻറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ സംഭവിച്ചില്ലെങ്കിൽ അങ്ങനെയായിരിക്കും നമ്മൾ അവിടെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ദെൻ അൺസർട്ടനിറ്റി ഓഫ് ദി ഇവൻറ്റ്. അപ്പോൾ ഈ അഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയില്ല എന്താണ് സംഭവിക്കുക എന്ന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അൺസർട്ടൈൻ ആണ്. ദെൻ മ്യൂച്വൽ ചാൻസസ് ഓഫ് ഗെയിൻ ഓർ ലോസ്. അവിടെ രണ്ടിനും ചാൻസ് ഉണ്ട്, ഗെയിനിനും ചാൻസ് ഉണ്ട്, ലോസിനും ചാൻസ് ഉണ്ട്. അതായത് 0-sum ഗെയിമാണ്, വൺ പാർട്ടി ആണ് വിൻ ചെയ്യുള്ളൂ. ദെൻ നോ കൺട്രോൾ ഓവർ ദി ഇവൻറ്റ്. ഇനി നടക്കാൻ പോകുന്ന ഒരു ഇവൻറ്റിനെ പറ്റിയിട്ട് ഈ 2 പേർക്കും, ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന 2 പേർക്കും എന്തുണ്ടായിരിക്കില്ല, കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ സ്റ്റേക്ക് ഹാസ് ദ ഓൺലി ഇൻട്രസ്റ്റ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമാണ് വിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ്, ഒരാൾ മാത്രമാണ് വിൻ ചെയ്യുള്ളൂ, മറ്റാൾ എന്തായിരിക്കും, ലൂസർ ആയിരിക്കും. ഇനി എഫക്ട്സ് ഓഫ് വേജറിങ് എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻറ്റ്സ് ബൈ ദി വേ ഓഫ് വേജർ ആർ വോയിഡ് ഇൻ ഇന്ത്യ. അപ്പോൾ വേ ഓഫ് വേജർ ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ഇന്ത്യയിൽ വോയിഡാണ്.
agreements by way of wager have been declared illegal in the state of Maharashtra and Gujarat. അപ്പോൾ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അത് ഇല്ലീഗൽ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ദെൻ നോ സ്യൂട്ട് ക്യാൻ ഫയൽ ടു റിക്കവർ ദ എമൗണ്ട് വോൺ ഓർ എനി വേജർ. ഇപ്പോൾ നമ്മൾ ഈ അഗ്രിമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കതിനെ സ്യൂ ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. Then transaction which are collateral to wagering agreements are not void in India except the states of Maharashtra and Gujarat. അപ്പം ഈ വേജറിങ് അഗ്രിമെൻറ്റ്സിന് കൊളാറ്ററൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇന്ത്യയിൽ വോയിഡ് അല്ല, നോട്ട് വോയിഡ് എന്നാണ് പറയുന്നത്. പക്ഷേ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എന്താണ്, അത് ഇല്ലീഗൽ തന്നെയാണ്. ഇനി എക്സംഷൻസ് ടു വേജർ അഗ്രിമെൻറ്റ്സിന് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അതിലൊന്നാമത്തെയാണ് ഹോഴ്സ് റൈസ്. അപ്പോൾ ഹോഴ്സ് റൈസിൻ്റെ കേസിൽ an agreement to contribute or subscribe towards any plate, price or sum of money, the amount of rupees 500 or more to be awarded to the winners of any horse race is a valid agreement, not a wager. അപ്പോൾ ഹോഴ്സ് റൈസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എഗ്രിമെൻ്റ് എന്താണ്, വാലിഡ് എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത്. ഗെയിം ഓഫ് സ്കിൽ ആൻഡ് നോട്ട് ഗാംബ്ലിംഗ്. അപ്പോൾ ഇവിടെ എന്താണ്, ഗെയിം ഓഫ് സ്കില്ലിൻ്റെ അണ്ടറിലാണ് വരുന്നത്, ഗാംബ്ലിങ്ങിൻ്റെ അണ്ടറിലല്ല വരുന്നത്. ഓക്കെ. ദെൻ ക്രോസ് വേർഡ് കോമ്പറ്റീഷനും ക്രോസ് വേർഡ് ഫസിലൊക്കെ എന്താണ്, ഗെയിം ഓഫ് സ്കിൽ തന്നെയാണ്. അപ്പോൾ അവിടെയും ഇത് വേജറിൻ്റെ അണ്ടറിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ ഗെയിം ഓഫ് സ്കിൽ, ഇനി എന്തെങ്കിലും പിക്ചർ ഫസിലോ അല്ലെങ്കിൽ ലിറ്റററി അല്ലെങ്കിൽ അത്ലറ്റിക് കോമ്പറ്റീഷനോ ഒക്കെ നമ്മുടെ ഗെയിം ഓഫ് സ്കില്ലിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ഇൻ്റലിജൻസിൻ്റെ അണ്ടറിലൊക്കെ വരുന്നതാണ്. ദെൻ ഷെയർ മാർക്കറ്റ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ വാലിഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ തന്നെയാണ്. കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് അല്ലേ, നമ്മുടെ വീടും അല്ലെങ്കിൽ വാഹനമൊക്കെ ആയാലും. പക്ഷേ ഇതെന്താണ്, ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണ്. ദെൻ ചിട്ടി ഫണ്ട്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചിട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അതും എന്താണ്, വാലിഡ് തന്നെയാണെന്നാണ് പറയുന്നത്. ദിസ് ആർ നോട്ട് വേജേഴ്സ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും, ഇത്രയും കാര്യങ്ങൾ എന്തല്ല, വേജറിങ് അല്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കാനായിട്ടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ വേജറിങ് ആൻഡ് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസും വേജറിങ്ങും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഇസ് വാലിഡ്, ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഇൻ കോർട്ട് ഓഫ് ലോ, whereas wager agreement is void under section 30. അപ്പോൾ ഇൻഷുറൻസ് ഫസ്റ്റ് ഓഫ് ഓൾ വാലിഡ് ആണെന്നാണ് ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത്. പക്ഷേ വേജർ എന്താണ്, വോയിഡ് ആണ്. In the case of insurance contract, the assured has been insurable interest in subject matter, while in the wagering agreement, the parties have no interest in agreement except the streak. അപ്പോൾ ഇവിടെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അതാണ് ഇൻഷുറൻസിലത്തെ സബ്ജക്റ്റ് മാറ്റർ. പക്ഷേ വേജറിങ് അഗ്രിമെൻറ്റ്സിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഇല്ല, അവിടെ സ്റ്റേക്ക് മാത്രമേ ഉള്ളൂ, ആർക്കെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യാം, വിൻ ചെയ്യാം. A contract of insurance except life insurance is a contract of indemnity, that is the event of loss only actual loss is to be made good, whereas in wagering agreement the amount to be paid is decided ബിഫോർ ഹാൻഡ്. അതായത് ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിലൊഴികെ ബാക്കി എല്ലാ ഇൻഷുറൻസിലും ഇവൻ്റ് ഓഫ് ലോസിലാണ് നമ്മൾ ആക്ച്വലി ലോസ് അവിടെ കൺസിഡർ ചെയ്യുന്നത്, എന്നിട്ടാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. പക്ഷേ വേജറിങ്ങിലാണെങ്കിൽ മുൻപ് തന്നെ നമ്മൾ എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഇസ് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് കാൽക്കുലേഷൻസ്, വെറാസ് വേജറിങ് ട്രാൻസാക്ഷൻസ് ആർ പ്യുവർ ഗാംബിൾ ഓർ ഗെയിം ഓഫ് ചാൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇൻഷുറൻസിൽ എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സയൻറ്റിഫിക് മെത്തേഡിലാണ്, പക്ഷേ വേജറിങ്ങിൽ അത് പ്യുവർ ഗാംബ്ലിംഗ് ആണ്. എ വേജർ വിൽ അറൈസ് ഓൺലി ഇഫ് വൺ പാർട്ടി ലൂസസ് ദ അനദർ ഗെയിൻസ്, വൈൽ ഇൻ ഇൻഷുറൻസ് കോൺട്രാക്ട് നോ വിന്നിങ് ഓർ ലൂസിങ്. അപ്പോൾ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു വിന്നിങ്ങോ ലൂസിങ്ങോ ഒന്നുമില്ല, പക്ഷേ വേജറിങ്ങിൽ അങ്ങനെയുണ്ട്. ഇൻഷുറൻസ് കോൺട്രാക്ട് ആർ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്. സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ആണ് ഇൻഷുറൻസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. പക്ഷേ വേജറിങ് ട്രാൻസാക്ഷൻസ് ഒരു പബ്ലിക് വെൽഫെയറും പ്രൊമോട്ട് ചെയ്യുന്നില്ല, പബ്ലിക്കിനെ ഇൻജുറി ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക്. അപ്പോൾ അതാണ് ഇൻഷുറൻസും പിന്നെ വേജറിങ് കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ലോട്ടറിയുടെ കേസ് പറയുന്നുണ്ട്. എ ലോട്ടറി ഈസ് എ ഗെയിം ഓഫ് ചാൻസ്, ദെർഫോർ എൻ അഗ്രിമെൻറ്റ് ടു ബൈ എ ലോട്ടറി ടിക്കറ്റ് ഇസ് എ വേജറിങ് അഗ്രിമെൻറ്റ്. അപ്പോൾ ലോട്ടറി ആക്ച്വലി എന്താണ്, ഒരു വേജറിങ് അഗ്രിമെൻ്റ് ആണ്. പക്ഷേ ഇഫ് ദ ലോട്ടറി ഈസ് അതോറിറ്റൈസ്ഡ് ബൈ എ ഗവൺമെൻറ്, ഇറ്റ് ഡസ് നോട്ട് സീസ് ടു ബി എ വേജറിങ് ട്രാൻസാക്ഷൻ. അപ്പോൾ
അതൊരു ഗവൺമെൻറ് ആണ് അതോറിറ്റൈസ് ചെയ്യുന്നത് എങ്കിൽ അതെന്തല്ല ഒരു വേജറിങ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു വേജറിങ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഈ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനതിനുള്ള